എല്ലാവർക്കും നമസ്കാരം. മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡീറ്റെയിൽസാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1 ജാനുവരി ആയതുകൊണ്ട് മാർക്കറ്റ് പൊതുവെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. നിഫ്റ്റി 50 ഈ ദിവസം 0.41% ഗെയിൻ ഉണ്ടാക്കി 98% ഇന്നലെ ഘട്ടം ഉയർന്നത്. നിഫ്റ്റി ബാങ്ക് 51061 200 പോയിൻറ്റ്സ് മേളിലോട്ട് പോയി 0.39% ഗെയിൻ ഉണ്ടാക്കി. നിഫ്റ്റി മിഡ് ക്യാപ്പ് 251% പോയിൻ്റ് ഉയർന്നപ്പോൾ 0.44% ഗെയിൻ ഉണ്ടാക്കി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 18960 1.02% ഗെയിൻ ഉണ്ടാക്കി. ഇന്ത്യ വെക്സ് ഇന്നലെ 14.45 ആയിരുന്നു, ഇന്ന് 14.51 വന്നിരിക്കുന്നു. സെൻസെക്സ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 78,507 368 പോയിൻറ്റിൻ്റെ ഡിഫറൻസിൽ 0.47% ഗെയിനാണ് വന്നിരിക്കുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ആക്ടിവിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ DIIയുടെ ഇന്ന് നെറ്റ് ബയേഴ്സ് ആയിരുന്നു, എന്നാൽ FI വീണ്ടും നെറ്റ് സെല്ലിലേക്കായിരുന്നു ഇന്ന് പോയത്. ഇന്നത്തെ ടോപ്പ് 10 ഗെയിനേഴ്സ് ലോസസ് NSEയുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ മാരുതി 3.01% ഉയർന്നു, M&M 2.36% ഉയർന്നു, L&T 1.73% ഉയർന്നു, ബജാജ് ഫിനാൻസ് 1.71% ഉയർന്നു, ടാറ്റ മോട്ടോഴ്സ് 1.31% ഉയർന്നു, ശ്രീറാം ഫിനാൻസ് 1.09% ഉയർന്നു, ഇൻഡസ്ഇൻഡ് ബാങ്ക് 1.07% ഉയർന്നു, BPCL 1.06% ഉയർന്നു, ഏഷ്യൻ പെയിൻറ്റ് 1.03% ഉയർന്നു, അപ്പോളോ ഹോസ്പിറ്റൽ 1.01% ഉയർന്നു. ഇന്നത്തെ ടോപ്പ് 10 ലോസസ് എന്ന് പറയുന്നത് ബജാജ് ഓട്ടോയാണ് 0.79%, ട്രെൻഡ് 0.55%, ഡോക്ടർ റെഡ്ഡി 1.12%, അദാനി പോർട്സ് 1.04%, ഹിൻഡാൽകോ 1.40%, HCL ടെക് 0.3%, സിപ്ല 0.26%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 0.10%, ONGC 0.98%, ടെക്കം 0.13% ഇന്നത്തെ ലോസസ് ലിസ്റ്റിലുള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റിയുടെ ലാസ്റ്റ് ഇയറിൻ്റെ ഒരു ചാർട്ടാണ്. അതായത് 31 ഡിസംബർ 2023 മുതൽ 31 ഡിസംബർ 2024 വരെയുള്ള ചാർട്ടാണ് ഈ കാണുന്നത്. 21,730 1.40 സ്റ്റാർട്ട് ചെയ്തത്. അവസാന ക്ലോസിംഗ് വന്നപ്പോൾ ഇത് 23,644.80 31 ഡിസംബറിന് ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി ആകെ കഴിഞ്ഞ വർഷത്തിലുള്ള ഗെയിൻ ഉണ്ടാക്കിയത് 8.80% ആണ്. നമ്മളിപ്പോൾ കാണുന്നത് മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ഡിസംബറിലാണ് 24,000-നും 24,200-നും ഇടയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ മാർക്കറ്റ് സെല്ലിങ്ങിലൂടെ ഒക്കെ പോയത് കൊണ്ടാണ് 23,600-ൻ്റെ കുറച്ച് മേളിൽ കൊണ്ട് ഈ മാസം ക്ലോസ് ചെയ്തു. നിഫ്റ്റിയുടെ ലാസ്റ്റ് വീക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ലാസ്റ്റ് മൺഡേ നിഫ്റ്റി ക്ലോസ് ചെയ്തത് 23,753.45, ട്യൂസ്ഡേ ക്ലോസ് ചെയ്തത് 23,727.65, വെനസ്ഡേ ക്രിസ്മസ് കാരണം അവധിയായിരുന്നു, തേഴ്സ്ഡേ 23,750.20, ഫ്രൈഡേ 23,813.40. വളരെ വലിയ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. ഓൾമോസ്റ്റ് ഒരു സെയിം രീതിയിൽ കൺസോൾട്ടേഷൻ രീതിയിലാണ് മാർക്കറ്റ് പോയത്. പ്രധാനമായിട്ട് ഇന്ന് നടന്ന സെക്ടർ വൈസ് നിഫ്റ്റി ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നിഫ്റ്റി ഓട്ടോ മിക്കവാറുമുള്ള സെക്ടേഴ്സ് എല്ലാം ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ 1.34% ഗെയിൻ ഉണ്ടാക്കി. നിഫ്റ്റി IT 0.08%, നിഫ്റ്റി PSU ബാങ്ക് 0.09%, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 0.46%, നിഫ്റ്റി ഫാർമ 0.20%, നിഫ്റ്റി FMCG 0.38%. എന്നാൽ നിഫ്റ്റി മെറ്റലും നിഫ്റ്റി റിയാലിറ്റിയും നെഗറ്റീവിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മെറ്റൽ 0.12%, നിഫ്റ്റി റിയാലിറ്റി 1.11% മാർക്കറ്റ് താഴോട്ട് പോയി. നിഫ്റ്റി മീഡിയ
ഗെയിനിലാണ് ക്ലോസ് ചെയ്തത്, 0.81%. നിഫ്റ്റി എനർജി 0.69%. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 0.44%. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 0.32%. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 0.26%. ഇതിൽ നടന്നതിൽ 2 സെക്ടർ മാത്രമാണ് മെയിനായിട്ടുള്ള സെക്ടറിൽ നിന്നും ചൂസ് ചെയ്യപ്പെട്ട സെക്ടറിൽ നിന്നും താഴോട്ട് പോയത്. ഇനി പ്രധാനമായിട്ടും ഈ വരാൻ പോകുന്ന ഇവൻറ്റ്സിനെ കുറിച്ചാണ്. USA ജോബ്ലെസ് ക്ലെയിംസ് ഡീറ്റെയിൽസ് നാളെയാണ് വരുന്നത്, 2 ജാനുവരിക്കാണ് വരുന്നത്. USA മാനുഫാക്ചറിങ് PMI ഡേറ്റ 2 ജാനുവരിക്ക് വരുന്നു. USA ISM മാനുഫാക്ചറിങ് PMI ഓൺ 2 ജാനുവരി. ഇത് 3 നാളെ നടക്കുന്ന ഇവൻറ്റ്സ് ആണ്. ഇതോടെ ഇന്നത്തെ ഡീറ്റെയിൽസ് മാർക്കറ്റ് ന്യൂസ് അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം.